ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. കേരള ഹൗസിലേക്ക് വരിക. ഞാനില്ല, ഞാൻ എത്രയോ കാലമായിട്ട് അപ്പം ഇനി എത്രയോ വർഷമായിട്ട് അതൊന്നും ഞാൻ തീരുമാനിക്കേണ്ടതല്ല. ഞാനത് പറഞ്ഞാൽ എന്തോ ഇല്ല, ഏർലിയർ ദ ബെസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ എക്സ്പെക്ടേഷൻ. നമുക്ക് പറയാനുള്ളത് കഴിയുന്നത്ര വേഗം തീരുമാനം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാവുമോ? അതാ പറഞ്ഞ ഏർലിയർ ദ ബെസ്റ്റ് എന്നുള്ള നിലയിലാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ. അത് നമ്മൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ CM റേസ് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിമാരുടെ പട്ടികയാ, അതിൽ അങ്ങ് ഒരു റേസിലുണ്ടോ? ഞാൻ റേസില്ല. ഇല്ല ഇല്ല, മന്ത്രിമാരുടെ റേസിൽ അങ്ങില്ല. താല്പര്യമില്ല, റേസർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇല്ലില്ല, അങ്ങനെ ഉള്ള ഞാൻ ചോദിക്കട്ടെ, ഇനി സീരിയസ് ആയിട്ട് ചോദിക്കാം. ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പിറ്റേ ദിവസം മുഖ്യമന്ത്രി തീരുമാനിച്ചത്? കേരളത്തിലെ ഇടതുപക്ഷത്തിലുള്ളതും കോൺഗ്രസ് UDF ഉള്ളതും എല്ലാ ഗവൺമെൻറ്റുകൾ രൂപീകരണത്തെക്കുറിച്ച് ആലോചിച്ചോ? അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ടോ? പിറ്റേ ദിവസം മന്ത്രിസഭ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അതിൻ്റേതായ ഓരോ സമയമുണ്ട്. ഓരോ പാർട്ടിക്കും അതിൻ്റെ കൂളിംഗ് ടൈം കൊടുക്കണം. അത് ഈ ഇടതുപക്ഷ മുന്നണിക്കുമുണ്ട്, UDFനുമുണ്ട്. ഒരു കൂളിംഗ് ടൈമുണ്ട്. ആ കൂളിംഗ് ടൈം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി ലീഡർഷിപ്പ് എല്ലാം തീരുമാനമെടുക്കും. ഈ ലീഡർഷിപ്പ് ചെയ്തതുപോലെ, പാർട്ടി ലീഡർഷിപ്പ് ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു കാലത്തോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ചെയ്തിട്ടുണ്ടോ? അവിടെ MLA ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെ എല്ലാവരെയും വിളിച്ച് ചേർത്തില്ലേ? അവരുടെ ഒപ്പീനിയൻ പൂർണ്ണമായി കേട്ടില്ലേ? ആ ഒപ്പീനിയൻ കേട്ടതിന് ശേഷം ഒരു ഫർദറായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ വിളിക്കണം എന്ന് തീരുമാനിച്ച് അത് വിളിച്ചില്ലേ? ഇന്ന് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന്, നേതാക്കന്മാരിൽ നിന്ന് ഒപ്പീനിയൻ കേട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ശഠിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കണം എന്ന് പറയാൻ പറ്റുമോ? അതിൻ്റേതായ ഒരു സമയമുണ്ട്, ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകണം. അത് അങ്ങനെയല്ലേ ഒരു പാർട്ടി ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ ഏത് പാർട്ടി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൃത്യമായും വ്യക്തമായിട്ടുള്ള ഒരു നടപടിയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഈ കൂടുതൽ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി കൂടുതൽ വിശാലമായ ചർച്ച നടത്തിയല്ലോ, അത് പോസിറ്റീവായിട്ടാണോ അങ്ങ് കാണുന്നത്? ചിലരൊക്കെ അസ്വാഭാവികമായി ഇങ്ങനെ വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് ചില ക്യാമ്പുകളൊക്കെ പറയുന്നുണ്ട്. വിശാലമായ ചർച്ച നടത്തിയത് നല്ലതിനാണോ? ഒരു പാർട്ടിക്കകത്ത് പല അഭിപ്രായം വരികയല്ല. പാർട്ടിക്ക് പുറത്തുള്ള കാര്യം കൂടി എന്നോട് ചോദിച്ചത്. അഭിപ്രായം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം മാത്രമല്ല, പലരുടെയും ഉണ്ടാകും. പക്ഷേ ഒരു പാർട്ടിയുടെ സമീപനയില്ലേ, അത് ജനങ്ങളെ പൂർണ്ണമായി കേൾക്കണമെന്നും എല്ലാ ആളുകളെ ബോധ്യപ്പെടുത്തി തീരുമാനമെടുക്കണമെന്നും നിർബന്ധമില്ലേ? ആ തീരുമാനത്തോടു കൂടി കോൺഗ്രസ് എടുത്തത് വളരെ കൃത്യമായ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വളരെ കൃത്യമായ രൂപത്തിലുള്ള നിലപാടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നിലപാട് പരിഗണിക്കുമോ? എന്തിനാ അവരെ ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കുന്നത്? എന്തിനാ? ഞാൻ പറയാം, അവരെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ലല്ലോ. അവർ UDFനകത്തെ വളരെ പ്രബലമായ ഒരു ഘടകകക്ഷിയാണ്. അവരതിലെല്ലാ കാര്യത്തിലും അവരുടേതായ ഉപദേശങ്ങൾ പറയും, അവരുടേതായ നിർദ്ദേശങ്ങളൊക്കെ. അത് അവരെ എന്തിനാ ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കുന്നത്? എന്തിനാ? ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. BJP അവർ പല സംസ്ഥാനത്തും ആളിനെ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവർ മാത്രമല്ല, തീരുമാനിച്ച സ്ഥലത്ത് ചാക്കിനകത്ത് MLA കൊണ്ടുപോകുമായിരുന്നു. കണ്ടില്ലേ? ആദ്യം ഗോവയിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ജയിച്ചതാരാ? ഞങ്ങൾ. ഗവൺമെൻറ് ഉണ്ടാക്കിയ അവർ. ഈ തിരുവഞ്ചൂർ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ ഈ അച്ചടക്കം ലംഘിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ട്. ഈ പ്രതിഷേധങ്ങളൊക്കെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണെന്നാണ്